നമുക്കിടയിൽ ജീവിക്കുന്ന പലരെക്കുറിച്ചും നമ്മൾ ഇടതുപക്ഷ മനസ്സെന്നും ഇടതുപക്ഷ വികാരമെന്നും ഇടതുപക്ഷമെന്നും ഒക്കെ പറയാറുണ്ട്. ഒരുപാട് പേരെക്കുറിച്ച് നമ്മൾ തന്നെ ചിലപ്പോൾ സ്വയം തന്നെ അങ്ങനെ വിശേഷിപ്പിക്കുന്ന സന്ദർഭങ്ങളും ഇല്ലാതെയില്ല. പക്ഷേ ഇത് ശുദ്ധാസംബന്ധമാണ്. നമുക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരാൾ പോലും ഇടതുപക്ഷ മനസ്സായിട്ട് നാം അറിയുന്ന ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഈ പറയുന്ന ഇടതുപക്ഷ മനസ്സ്? ഇടതുപക്ഷ മനസ്സിന് വ്യക്തമായ നിർവചനങ്ങളുണ്ട്. അതായത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവൻ്റെ സൗകര്യങ്ങളിൽ ജീവിക്കാനും അവൻ്റെ സൗകര്യങ്ങൾക്കപ്പുറം ഒന്നും ആഗ്രഹിക്കാതിരിക്കാനും അങ്ങനെ അഥവാ എന്തെങ്കിലും ലഭിച്ചാൽ അത് ഉപയോഗിക്കാതിരിക്കാനുള്ളൊരു മനസ്സാണ് ഇടതുപക്ഷ മനസ്സ്. ഇതാർക്കുണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ ചിന്തകന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പോലും ഇതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കമ്മ്യൂണിസ്റ്റ് ലീഡർഷിപ്പിലുള്ള വലിയ പ്രമാണികളൊക്കെ അപാര ലക്ഷൂറിയസ് ലൈഫാണ് നയിച്ചിരുന്നത് എന്ന് അവരുടെ വളരെ സൂക്ഷ്മമായ ജീവിത പശ്ചാത്തല ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഒരു തരത്തിലുള്ള ഒരു സ്യൂഡോ മനോഭാവമാണ്, ആത്മാർത്ഥതയില്ലാത്ത നാട്യങ്ങളുടെ ഒരു മനോഭാവം. ഈ നാട്യങ്ങളുടെ പരമകാഷ്ഠയിലാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ ജീവിക്കുന്നത്. ഇടതുപക്ഷം എന്ന് നൂറാവർത്തി പറയുകയും യാതൊരു ഇടതുപക്ഷ സമീപനവും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സമീപനം, അവരുടെ രീതി, അവരുടെ ശൈലി. മേലിലെങ്കിലും ഈ ഒരു സ്യൂഡോ മനോഭാവം കളയുക. നിങ്ങളാണ് ഏറ്റവും വലിയ വലതുപക്ഷ മൂരാച്ചികൾ എന്ന സത്യം മനസ്സിലാക്കുക. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വയ്ക്കുക.